പരസ്പര ബന്ധമില്ലാതെ നമുക്ക് എങ്ങനെയാണ് നിലനിൽക്കാൻ സാധിക്കുന്നത്? പാരസ്പര്യം എന്ന മൂല്യത്തെക്കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. റെസിപ്രോസിറ്റി സസ്റ്റെയിൻസ് ലൈഫ് ത്രൂ ബാലൻസ്ഡ് ഗിവിംഗ്, റിസീവിംഗ് ആൻഡ് ഷെയറിംഗ്. പാരസ്പര്യം ഒരു ജീവനും ഒറ്റപ്പെട്ടതല്ല. പ്രകൃതിയുമായും മനുഷ്യരുമായും ഇതര ജീവികളുമായും നിരന്തരമായ കൈമാറ്റത്തിലാണ് അത് നിലനിൽക്കുന്നത്. ലഭിക്കുന്നതിന്റെ ഉറവിടവും സ്വന്തം പങ്കും തിരിച്ചറിഞ്ഞ് ആവശ്യത്തിന് സ്വീകരിക്കുകയും കഴിയുന്ന വിധം തിരിച്ചു നൽകുകയും ചെയ്യുമ്പോഴാണ് പാരസ്പര്യം സന്തുലിതമാകുന്നത്. വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്കും പ്രകൃതിയിലേക്കും ഈ ബോധം വ്യാപിക്കുമ്പോൾ സഹകരണം, സമാധാനം, സുസ്ഥിര സഹജീവിതം എന്നിവ വളരുന്നു. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം പാരസ്പര്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. പാരസ്പര്യം, പരസ്പരം ഉള്ള ബന്ധം. പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഏറ്റവും അധികം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് പാരസ്പര്യം എന്നത്. അതായത് എല്ലാം തമ്മിൽ ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഈ പാരസ്പര്യം എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പ്രകൃതിയിലെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ മാത്രമേ എല്ലാത്തിനും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് നൽകലും സ്വീകരിക്കലും തമ്മിലുള്ള ആ ഒരു ബാലൻസ് അല്ലെങ്കിൽ ഒരു സന്തുലനം, അത് എപ്പോഴും നമ്മൾ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാത്തിനെയും അതായത് എല്ലാം തമ്മിലുള്ള ആ ബന്ധം എല്ലാത്തിന്റെയും നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്. ഈ മൂല്യത്തിന്റെ സ്വാധീനമാണ് ഇവിടെ എല്ലാത്തിനെയും നിലനിർത്തുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ എന്ന് പറയുന്ന ഒരാളുടെ നിലനിൽപ്പല്ല ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അല്ലെങ്കിൽ എന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാമായിട്ടുമുള്ള ബന്ധത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോ ഇങ്ങനെ വേർതിരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത അത്രയും ആഴത്തിൽ നിലനിൽക്കുന്നതാണ് ഈ പാരസ്പര്യം എന്ന് പറയുന്ന ആ ഒരു കാര്യം. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പാരസ്പര്യം എന്ന മൂല്യത്തിന് നമ്മൾ വളരെയേറെ പ്രാധാന്യം നൽകേണ്ടതാണ്. കാരണം എല്ലാത്തിന്റെയും നിലനിൽപ്പ് ആ ഒരു മൂല്യത്തെ ആധാരമാക്കിയാണ്. ഒളിമ്പസിന്റെ പാഠങ്ങളിൽ എല്ലാം അടിസ്ഥാനമാക്കുന്നത് ഈ പരസ്പര ബന്ധം എന്ന മൂല്യത്തെയാണ്. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഏതൊരു വസ്തുവിന്റെയും അല്ലെങ്കിൽ ഏതൊരു ജീവിയുടെയും സ്വയം പ്രവർത്തിക്കാനുള്ള അതിന്റെ ശേഷി എന്നത്. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് തന്നെ ഒന്നോ രണ്ടോ ഘടകങ്ങളിലല്ല, ഒരുപാട് ഘടകങ്ങൾ ചേരുന്ന ഒരു വ്യവസ്ഥയായിട്ടാണ് ജീവൻ നിലനിൽക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ സമൂഹത്തോടുള്ള നമ്മുടെ ബന്ധം, നമുക്ക് നമ്മോട് തന്നെയുള്ള ബന്ധം, അത് വളർന്ന് കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മൾ നിലനിൽക്കുന്ന ഏതൊരു വേദിയിലും ആ ഒരു ബന്ധം ആണ് നമ്മളെ നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ഈവൻ നമ്മുടെ ശ്വസനത്തിൽ പോലും ആ ഒരു ബന്ധത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. നോക്കൂ, പ്രകൃതിയിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ ഒരു തെളിവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രകടമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ ശ്വസിക്കുന്നു, അതുപോലെ നമ്മൾ ഉച്ഛ്വസിക്കുന്നു എന്നുള്ളത്. അതില് പ്രകൃതിയില് വൃക്ഷങ്ങൾ ഉച്ഛ്വസിക്കുന്നത് നമ്മൾ ശ്വസിക്കുന്നു, നമ്മൾ ഉച്ഛ്വസിക്കുന്നത് വൃക്ഷങ്ങൾ ശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കാര്യം പ്രകടമായി നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. അതുപോലെ നമ്മൾ തിരിച്ചു നൽകുക എന്ന് പറയുന്നതും, അതായത് നമ്മുടെ വിസർജ്യം അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ അവശിഷ്ടങ്ങൾ മണ്ണിൽ ചേരുന്നത്, ഇതൊക്കെയാണ് മണ്ണിന് വളമായിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാ രീതിയിലും ഈ കൊടുക്കൽ വാങ്ങൽ ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യര് പ്രകൃതിയിൽ നിന്ന് തന്നെ വേറിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മൂല്യങ്ങളെല്ലാം പഠിച്ച സമയത്ത് മനസ്സിലാക്കി, ഓരോ മൂല്യത്തിലും നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം നമ്മളും നമ്മുടെ ചുറ്റുപാടുമായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ്. അതിനോടുള്ള ആ ഒരു സമഭാവം, അതുപോലെ സംയമനം പാലിക്കുന്നത് അല്ലെങ്കിൽ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ എല്ലാത്തിലും നമ്മൾ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ അതിൽ തടസ്സം വരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പരസ്പര ബന്ധത്തെ നമ്മൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ്.
അപ്പൊ എല്ലാ രീതിയിലും ഈ പരസ്പര ബന്ധത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും ഓർക്കുക എന്നുള്ളതാണ് ഈ പാരസ്പര്യം എന്ന മൂല്യത്തെ പാലിക്കുന്നതിനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ജീവലോകത്തെ ഏറ്റവും പ്രധാനമായിട്ട് നിലനിർത്തുന്ന ഈ ഒരു പാരസ്പര്യത്തെ നമുക്ക് എങ്ങനെയൊക്കെയാണ് അത് നിലനിർത്തുന്നത് എന്ന് നോക്കാം. അപ്പോ മണ്ണും സസ്യങ്ങളും തമ്മിലുള്ള ബന്ധം, അതുപോലെ ജലവും പിന്നെ മണ്ണും തമ്മിലുള്ള ബന്ധം, അതുപോലെ പരിസ്ഥിതിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളും ഈ ഘടകങ്ങളുമായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ആ ഒരു രീതിയിലുള്ള ബന്ധം, അങ്ങനെ എല്ലാ ജീവനും മറ്റൊരു ജീവനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഒന്നിന്റെ നിലനിൽപ്പ് എന്നത് മറ്റൊന്നിന്റെ നിലനിൽപ്പിനെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന് മറ്റൊന്നിന് വളമാകുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, എന്നതുപോലെ. അപ്പൊ എല്ലാ രീതിയിലും ഈ പ്രകൃതിയിൽ ഈ ഒരു പാരസ്പര്യം കാണാൻ സാധിക്കുന്നു. അത് മനുഷ്യലോകത്തേക്ക് വരുന്ന സമയത്ത് മനുഷ്യർക്കിടയിലും ഈ പാരസ്പര്യം തന്നെയാണ് മനുഷ്യരെ നിലനിർത്തുന്ന ഒരു പ്രധാന ഘടകം. എല്ലായിടത്തും നമുക്കത് കാണാൻ സാധിക്കും. ഒരു കുടുംബത്തിലാണെങ്കിൽ എല്ലാവരും തമ്മിലുള്ള പാരസ്പര്യം ശരിയായ രീതിയിൽ നിലനിർന്നെങ്കിൽ മാത്രമേ ആ കുടുംബം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഒരു തൊഴിലിടത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും തമ്മിൽ അവരവരുടേതായിട്ടുള്ള പങ്ക് കൃത്യമായി നിർവഹിച്ചെങ്കിൽ മാത്രമേ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ആ മേഖല സുസ്ഥിരമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. അത് എല്ലാ രീതിയിലും ഇതിങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഉൽപാദനം നടക്കുന്നത്, ഉപഭോഗം ചെയ്യുന്നത്, ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായ ഒരു പരസ്പര ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ആ മേഖല അഭിവൃദ്ധിപ്പെടുകയുള്ളൂ എന്നുള്ളൂ. അപ്പൊ എല്ലാ രീതിയിലും ഇവിടെ പരസ്പര ബന്ധം എന്നുള്ളതിലാണ് നിലനിന്ന് പോകുന്നത്. പക്ഷെ നമ്മൾ അവിടെ ബോധപൂർവം പല പല കാരണങ്ങൾ കൊണ്ട്, നമ്മുടെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ കൊണ്ട്, അങ്ങനെ എല്ലാം കൊണ്ട് നമ്മൾ ഇതിൽ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ ആ ഒരു ബാലൻസ് തെറ്റും എന്നുള്ളതാണ്. അതായത് നമ്മൾ എടുക്കുന്നു, നമുക്ക് വേണം എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ ഇതെല്ലാം പൂർത്തീകരിക്കുന്നതിനായിട്ട് നമ്മൾ ചുറ്റുപാടിൽ നിന്ന് എടുത്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളെ നമ്മൾ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ എത്രത്തോളം തിരിച്ചു നൽകുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ എടുക്കുന്നതിൽ ശ്രദ്ധിക്കണം, കാരണം നമുക്ക് ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ആ എടുക്കുന്നത് ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ തിരിച്ച് നൽകുക എന്നുള്ളതിനും വളരെയധികം പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എത്രത്തോളം നമുക്ക് ലഭിക്കുന്നു എന്നതിനനുസരിച്ചാണ് മറ്റൊന്നിനെ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെ? ഒന്ന് എങ്ങനെ പ്രയോജനപ്പെടുന്നു, നമുക്ക് എത്രത്തോളം അവർ നമ്മളെ സഹായിക്കുന്നു, ഇതിനനുസരിച്ചാണ് നമ്മൾ അതിനെ സ്വീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയിട്ടല്ല, ഒരു പ്രതിഫലം മാത്രം നോക്കിക്കൊണ്ടല്ല നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അത് മാത്രം നോക്കിക്കൊണ്ടല്ല നമ്മൾ അവിടെ ഏതൊന്നിനെയും നൽകേണ്ടത് എന്നുള്ളതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ പരസ്പര വളർച്ച എന്നുള്ളതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിന് ഈ കൊടുക്കൽ വാങ്ങൽ അല്ലെങ്കിൽ പരസ്പര ബന്ധം നിലനിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. അപ്പൊ പാരസ്പര്യത്തിന്റെ മൂല്യം എന്ന് പറയുന്നതിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത് നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ സാധിക്കുക, നമുക്ക് ഈ ലഭിക്കുന്നതെല്ലാം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതിന്റെ മൂല്യത്തെ നമ്മൾ ശരിയാവണ്ണം മനസ്സിലാക്കുന്നുണ്ടോ എന്നതിനെ നമ്മൾ തിരിച്ചറിയുക. അതുപോലെ മറ്റൊന്നും നമുക്ക് നൽകുന്നത് എത്രയാണ് എന്നുള്ള അതിന്റെ മൂല്യത്തെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സ്വന്തം എത്രത്തോളം തിരിച്ചു നൽകുന്നുണ്ട്, അതുപോലെ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്, അതിന് തക്കതായിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രതിഫലം നമ്മൾ തിരിച്ച് നമ്മുടെ പ്രവൃത്തിയിലൂടെ നൽകുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ ആവശ്യത്തിനുള്ളത് മാത്രം സ്വീകരിക്കുക. നമുക്ക് എല്ലാം ധാരാളം ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അത് എത്രത്തോളം വേണമെങ്കിൽ എടുക്കാം എന്നുള്ളതല്ല, നമ്മൾ അവിടെ ബാക്കി വെക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് മാത്രം എടുക്കുമ്പോൾ ബാക്കി ഇവിടെ ആവശ്യക്കാർ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. നമ്മുടെ സഹജീവികൾക്കെല്ലാം നമുക്കുള്ള അതേ അവകാശം അല്ലെങ്കിൽ ആവശ്യമൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ളത് കൂടി നമ്മൾ മാറ്റിവെക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് മാത്രം എടുക്കുമ്പോൾ അത് സംഭവിച്ചു കൊള്ളുന്നുള്ളതാണ്, അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ മറ്റു ജീവികൾക്ക് കൂടി ഉള്ള ഒരു ഇടമാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്ന ഈ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോ അത് മനസ്സിലാക്കി അവർക്കുള്ളത് നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും ഇവിടെ കാഴ്ചവെക്കുക അല്ലെങ്കിൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും പ്രകൃതിയുടെ ഒരു പുനരുജ്ജീവനത്തിന് പാരസ്പര്യം എന്നുള്ള മൂല്യത്തെ നമ്മൾ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ബന്ധങ്ങളിൽ, മനുഷ്യരുടെ കാര്യത്തില് മനുഷ്യ ബന്ധങ്ങൾക്ക് വിശ്വാസ്യത ലഭിക്കും. അതുപോലെ എല്ലാവരും എനിക്കുണ്ട് എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം, സുരക്ഷിതത്വ ബോധം എല്ലാം
വളരാനായിട്ട് ഈ പാരസ്പര്യം എന്ന മൂല്യം സഹായിക്കും. സ്വാഭാവികമായിട്ടും സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ, ആ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ സംഘർഷങ്ങൾ കുറയും. അരക്ഷിതാവസ്ഥ കുറയുന്ന സമയത്ത് സംഘർഷങ്ങൾ കുറയും. അത് നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായിട്ട് നമുക്ക് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആകെ നോക്കുകയാണെങ്കിൽ ഈ പാരസ്പര്യം എന്നുള്ള മൂല്യം നമ്മളിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സഹജീവിതം നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ഒളിമ്പസ് ദർശനത്തില് ഏറ്റവും അധികം വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒളിമ്പസ് ദർശനത്തിന്റെ അടിസ്ഥാനം തന്നെ ഈ പരസ്പര ബന്ധം അല്ലെങ്കിൽ പാരസ്പര്യം എന്ന മൂല്യമാണ്. അപ്പോൾ ഓരോ ജീവനും പരസ്പരം ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഓരോ പ്രവർത്തനവും ഈ പരസ്പര ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ അത് വളരെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് മറ്റെല്ലാത്തിനെയും ബാധിക്കും അല്ലെങ്കിൽ സ്വാധീനിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ എത്ര സ്വീകരിക്കുന്നു അതിനനുസരിച്ച് തിരിച്ചു നൽകാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വ്യക്തികൾ മാത്രമല്ല, ഈ പ്രകൃതി എന്ന് പറയുന്ന വലിയ സംവിധാനത്തിന്റെ ഭാഗങ്ങളാണ്. നമ്മളെല്ലാം ചേരുമ്പോഴാണ് ഈ പ്രകൃതി മുഴുവനാകുന്നത് അല്ലെങ്കിൽ പൂർണ്ണമാകുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഈ പാരസ്പര്യമാണ് നമ്മുടെ പ്രകൃതിയുടെ സഹജീവനത്തിന്റെ ആധാരം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ബോധ്യം നമ്മെ എല്ലാവരെയും എല്ലാമായിട്ടും ചേർന്ന് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാരസ്പര്യം എന്ന മൂല്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സഹജീവനം ഇവിടെ എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.